Hello dears, welcome back to Thunder Kitchen Recipes. വെജിറ്റബിൾ പാൻകേക്ക് അതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാം. വളരെ ഹെൽത്തിയുമാണ്. വെജിറ്റബിൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പേര് പോലെ തന്നെ വെജിറ്റബിൾ ആണ് ഇതിന് കൂടുതൽ വേണ്ടത്. അതിന് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. അതും നീളത്തിൽ 1.5 ഇഞ്ച് നീളത്തിലാണ് എല്ലാം ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അത് ഏകദേശം ഒരു 1/2 കപ്പ് കാണും ഈ ക്യാബേജ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ലീക്സ് ആണ്. ലീക്സ് ഇത് 2 കഷ്ണമാണ് ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. അതും നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ലീക്സൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ക്യാരറ്റാണ്, അതൊരു കഷ്ണം പോരാ, അതുകൊണ്ട് ഞാനൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു കഷ്ണം റാഡിഷാണ് എടുത്തിരിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ഒരു ചെറിയ കഷ്ണമേ ഉള്ളൂ. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിളിൻ്റെ കൂട്ടത്തിലേക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് ഗ്രീൻ അണിയനാണ്. അത് ഒരു 1.5 ഇഞ്ച് നീളത്തിൽ അതും അരിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കും. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് കാണും. ഇതിൻ്റെ അറ്റത്തുള്ള അണിയനും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. എല്ലാം വേകുന്ന പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഞാൻ ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഈ വെജിറ്റബിളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് വേകുന്ന പച്ചക്കറികൾ നോക്കി തിരഞ്ഞെടുത്ത് നിങ്ങൾ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. വെജിറ്റബിളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതായത് മാവിൻ്റെ ഒരു കോട്ടിങ് മാത്രം മതി വെജിറ്റബിളിൽ. കൂടുതൽ മാവിനകത്ത് ഡിപ്പ് ചെയ്യണ തരത്തിലെടുക്കരുത്. ചെറിയൊരു കോട്ടിങ് മാത്രം മതിയാവുന്നതാണ്. ഇതുപോലെ എടുക്കുക. കൂടുതൽ വെള്ളം കൂട്ടി നീട്ടി കളയരുത്. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിക്കരുത്. നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്യാൻ പറയണത് അതാണ്. വെജിറ്റബിളിൽ നിന്ന് തന്നെ വെള്ളം കുറേശ്ശെ വരും. റാഡിഷ് പിന്നെ അണിയൻ ഇതിൽ നിന്നൊക്കെ വെള്ളം വരും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ നേരം വെച്ചേക്കുകയും ചെയ്യരുത്. നമ്മൾ ഉടനെ തന്നെ ഉണ്ടാക്കാൻ വേണം. പിന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത വെജിറ്റബിൾ ബാറ്റർ ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ബാറ്റർ പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെച്ചേക്കരുത്. അത് ലൂസായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുള്ള തരത്തിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് അരികൊക്കെ ഒന്ന് വെടിയിക്കുക. എന്നിട്ടൊന്ന് പാനിൽ വെച്ച് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് പാനിൽ തന്നെ പാൻ കേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ എണ്ണയൊക്കെ എല്ലായിടത്തോട്ടും ആകും. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കുക. ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ അരികിലും ഒക്കെ നന്നായിട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം. അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡും ചെയ്യാം. വെജിറ്റബിൾ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് എഡ്ജസിലും ഈ ഗ്യാപ്പിലൊക്കെ ഈ എഗ്ഗ് ബാറ്റർ മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക.
ലോ ഫ്ലെയിമിൽ കേട്ടോ. ഇനി മീഡിയം ഹീറ്റിൽ വേണ്ട, ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് മറിച്ചിടുക. കണ്ടോ, നല്ല വെജിറ്റബിളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിപ്പുണ്ട്. എഗ്ഗ് മൊരിഞ്ഞതും ഒക്കെ നമുക്ക് കാണാം. ഇനി ഒരു മിനിറ്റും കൂടി നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഈ ടൈമിൽ നമുക്കൊരു ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ്, ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ഞാൻ ചേർക്കുന്നുണ്ട്. ഡൈലൂട്ടഡ് വിനീഗറാണ് കേട്ടോ. അത് ചേർത്തതിന് ശേഷം ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഈ ചില്ലി ഫ്ലേക്സും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നീട്ടി നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നമുക്കിത് ഒന്നുകൂടി മറിച്ചിടണം. അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്തതിന് ശേഷം പാൻ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എണ്ണയാകും. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക. ഇനി കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ വെജിറ്റബിളൊക്കെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. മിക്സ്ഡ് വെജിറ്റബിൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് പീസസായിട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കിതിങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഡിപ്പിംഗ് സോസിൽ മുക്കിയിട്ട് കഴിക്കാം. നല്ല ക്രഞ്ചി വെജിറ്റബിളൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയുമാണ്. ചൂടോടുകൂടി കഴിക്കണം കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ. അതായത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വളരെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള വെജിറ്റബിൾ പാൻ കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.